Hi all, welcome to another long video from the Netters. Hope you all are doing good. നിലു മാത്രം ഉച്ചയുറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. കുക്കു സാർ എണീറ്റ് എന്നെ കാണാതെ തന്നെ മതിലും ചാടിയൊക്കെ പോയി കഴിഞ്ഞു. ഞാൻ ഇന്ന് സ്കൂളിലിരുന്നപ്പോൾ ഓർത്തായിരുന്നു കേട്ടോ, നമുക്കിവിടെ നോൺ വെജ് ഒന്നും ഇല്ലാന്ന്. അപ്പം തന്നെ അലനെ വിളിച്ച് പറഞ്ഞു ഫിഷ് മേടിച്ച് വെക്കണമെന്ന്. മീൻ കൊണ്ടുവന്നത് കുക്കു സാറാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചത്. ഫോണിലൂടെ അലൻ പറഞ്ഞു ഒന്ന് മീൻ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലേറ്റിലാക്കി ആ കവർ അങ്ങനെ ഫ്രീസറിൽ വെക്കാൻ. സ്റ്റീൽ പ്ലേറ്റിലാണ് സാധാരണ വെക്കാറുള്ളത്. ഈ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ഞാൻ എടുക്കാറില്ല. അവൻ എങ്ങനെ ഇതിൻ്റെ മേളിൽ കയറി ഇത് എടുത്തോ എന്തോ, പറഞ്ഞതനുസരിച്ച് എന്തായാലും ആ പ്ലേറ്റിൻ്റെ അകത്ത് കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചു. പക്ഷേ ഇപ്പോൾ സംഭവം കവറും പ്ലേറ്റുമായിട്ട് നല്ല രീതിക്ക് അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുക. തൽക്കാലം ബലപ്രയോഗം വേണ്ടാന്ന് ഓർത്തിട്ട് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് ഒതുക്കി നിലു ചെറുതായിട്ടൊന്ന് അനങ്ങി വന്നപ്പോൾ അവൻ അമൃതം കൊടുത്തിട്ടാണ് ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. മീൻ വറുത്തതൊക്കെ ഉച്ചയ്ക്ക് തന്നെ തീർന്നിരുന്നു. ആ പാത്രത്തിൽ കുറച്ചിങ്ങനെ തൊലിയൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ അടച്ചു വെച്ചിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലാണ് കഴുകിയെടുക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് ഒന്നുമല്ല, അയണ്ടതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ആശ്രാമം മൈതാനത്തൊരു ഫെസ്റ്റ് നടന്നപ്പോൾ അവിടെ പോയി മേടിച്ചതാണ്. ഞാൻ താളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ കടായിയും ഇതുമൊക്കെ. എന്തായാലും കവറിൻ്റെ താഴത്ത് ഒന്ന് പ്ലേറ്റ് ഇതേ വിട്ടു പോരുന്നിട്ടുണ്ട്. ഇനി ഈ കവറിൻ്റെ അകത്തൊന്ന് മീനും കൂടെ ഇതുമാതിരി ഒന്ന് ഇളകി കിട്ടണം. കുറച്ച് പാടുപെട്ടെങ്കിലും എല്ലാം ഇങ്ങനെ ഇളകി വന്നു. വീണ്ടും അയലയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, അയലക്കറിയുടെ റെസിപ്പി ഇടണമെന്നോ അയലക്കറിയുടെ വീഡിയോ ഇടണമെന്നോ മറ്റോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നിപ്പോൾ വൈകിട്ട് അങ്ങ് കറി വയ്ക്കാം. അത് കറി വയ്ക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. രസം മാത്രമേ കലത്തിൽ കുറച്ച് ബാക്കി ഇരിപ്പുള്ളൂ. അപ്പോൾ മുട്ട എന്തെങ്കിലും പൊരിച്ചാലേ കുക്കു സാറിന് ചോറ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡെസ്സായിട്ട് ചോറ് കഴിക്കേണ്ടി വരും. അയല കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് മീനുമായിട്ട് അവന് ചോറ് വാരി കൊടുക്കാമല്ലോ. മീൻ ഇനിയും നല്ല രീതിക്കൊന്ന് മെൽറ്റായൊക്കെ വരണം. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് നിറച്ച് അവിടെ അടച്ചങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ പഴംപൊരി മിസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ, ഈ ചാനൽ തുടങ്ങിയ സമയത്ത്. അതായത് എല്ലാ ദിവസത്തെയും വീഡിയോ പിറ്റേ ദിവസം ഇടും. അന്നൊക്കെ എനിക്ക് ഭ്രാന്തായിരുന്നു. ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആവണമെന്ന് കരുതിയിട്ട് ഞാൻ ഉറക്കവും ഊണും ഒന്നും ഇല്ലാതെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം. അപ്പോഴൊക്കെ എല്ലാ ദിവസവും വൈകിട്ടത്തെ പരിപാടിയായിരുന്നു പഴംപൊരി ഉണ്ടാക്കൽ. അങ്ങനെ കുറേ പേര് എന്നെ കാണുമ്പോൾ ചോദിക്കും, വൈകുന്നേരം എന്നെ പുറത്ത് കാണുമ്പോഴേ ചോദിക്കും പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞോ, പഴംപൊരി കഴിച്ചു കഴിഞ്ഞോ എന്നൊക്കെ. ഇപ്പോൾ പക്ഷേ വീഡിയോ ഇടുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ലോങ് വീഡിയോ, ഒരു ദിവസം ഷോർട്സ്, അങ്ങനെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴേ നമ്മുടെ റീ ഓപ്പണിങ്ങിൻ്റെയൊക്കെ ഒരു തിരക്ക് തുടങ്ങി വരുന്നത് കൊണ്ട് ഒരു ദിവസം ലോങ് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഒരു 2 ദിവസം ഞാൻ ഷോർട്സ് ഇട്ടെന്നിരിക്കും. അതായത് ഷോർട്സ് വീഡിയോ പോസ്റ്റ് ചെയ്തെന്നിരിക്കും. പഴംപൊരിയുടെ റെസിപ്പി ഞാൻ ഇനിയും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു 1500 പേരോളം ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഇനി ബോറടിക്കും. അത് കാണാപ്പാടം പഠിപ്പിച്ച് വെച്ചേക്കാണ് ഞാൻ അവരെ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇന്നിപ്പോൾ എനിക്കൊരു കമ്പനിയും ഉണ്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ഞാൻ മൈദമാവും ഉപ്പും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കലക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരാളുടെ നിലവിളി കേട്ടു. അങ്ങനെ ഇപ്പോൾ കരച്ചിലൊന്നും മാറാനായിട്ട് പറ്റിയ പരിപാടി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പിടിച്ചിരുത്തല. പിന്നെ ഞാൻ ഉണ്ടാക്കി തരാം അമ്മ എന്നും പറഞ്ഞ് കുറച്ചൊക്കെ താഴെ പോയി കേട്ടോ അവിടെ ഇവിടെ. പിന്നെ എന്തായാലും കരയാതിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം കമൻറ്റ് സെക്ഷനിൽ എനിക്ക് ഒരു കമൻറ്റ് വായിച്ചപ്പോൾ ഇത്തിരി വിഷമമായി കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രാവിലെ ഉണ്ടായിരുന്നു, കാറും സ്കൂട്ടിയും ഒക്കെ കണ്ടു, കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങ് തിരികെ പോരുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി വരുമ്പോൾ വരട്ടെ എന്ന്. അതെന്ത് ചോദ്യമാണോ? നിങ്ങൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ ഇവിടെ ഇടുന്ന ഒരു കമൻറ്റിനെക്കാളും ഒരു ലൈക്കിനെക്കാളും എനിക്കത് സന്തോഷം തരുന്ന കാര്യമാണ്. ആരെങ്കിലും ഈ വീട് എന്നെ ആരും തിരിച്ചറിയാറില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും ഞാൻ ഒരിടത്ത് പോകുമ്പോൾ പോലും ആരും വന്ന് ലയോണ അല്ലേന്ന് പറഞ്ഞ് ചോദിച്ചതായിട്ട് ഇല്ല, ഇതുവരെ ഇല്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം ബീച്ചിൽ പോയപ്പോഴത്തേക്ക് കണ്ടുവന്ന് വീഡിയോസ് കണ്ടിട്ട് അമ്മ തിരിച്ചറിഞ്ഞു. പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ പറ്റി പറയുന്നത് കൊണ്ടും അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായതാണ്. വീട് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങ് പോരെ, വന്ന് ഗേറ്റ് തുറന്ന് ഇങ്ങ് കയറിപ്പോരെ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും വൃത്തിക്കൊന്നും എൻ്റെ അടുക്കളയും വീടും കിടക്കണമെന്നില്ല. ഞാൻ സ്കൂളിൽ പോയിരിക്കുവാണെങ്കിൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സോഫയിൽ വിരിച്ചിരിക്കുന്ന ക്ലോത്ത് ലോണിൽ കാണും. സോഫയുടെ പുറത്തിരിക്കുന്ന പില്ലോസ് ഞാൻ തിരക്കി കണ്ടുപിടിച്ചൊക്കെ എടുക്കേണ്ടി വരും ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നിന്നൊക്കെ. കുക്കു സാറും കൂട്ടുകാരും ഒക്കെ കൂടെ ഈ വീട് നേരെ തലക്കീഴായിട്ട് മറിച്ച് വയ്ക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഈ വീടിന് വൃത്തിയുണ്ടാവും, ഞാനില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീടൊരു പരുവത്തിലായിരിക്കും കിടക്കുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ നമ്മളെ തിരക്കി വന്നത് നികിതയാണ്. നമുക്ക് മിക്ക വീഡിയോസിലും ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന നികിത ജോബിൻ. നികിതയാണ് അമ്മയുമായിട്ട് വീട്ടിലോട്ട് വന്നത്. ചേച്ചീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ, 2-3 പ്രാവശ്യമല്ല, ഇതിലേ പോകുമ്പോഴൊക്കെ നികിത വരാറുണ്ട്.
പിന്നെ അല്ലാണ്ട് നിക്സൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, FBയിലാണ് പുള്ളി വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയത്. പുള്ളി ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ചേട്ടൻ വന്നിരുന്നു, വീഡിയോസ് കാണുന്നതാണെന്ന് പറഞ്ഞു, ചാനലൊക്കെ റീച്ച് ആവട്ടെ എന്ന് പറഞ്ഞ് ഫ്രെയിമൊക്കെ തന്നിട്ട് പോയിന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ പിന്നെ ആളെ പോയി തപ്പി പിടിച്ച്, അലനും അമ്മയല്ലേ കണ്ടുള്ളൂ, FBയിലുള്ള സകല നിക്സനെ എടുത്തിട്ട് ഫോട്ടോ കാണിച്ച് ഇതാണോ എന്നും പറഞ്ഞ് ഞാൻ 2-3 ദിവസം ഇവരുടെ പുറകെ നടക്കുമായിരുന്നു. എന്നിട്ട് ആ ചേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, മോശമായിപ്പോയി, ഒരു ഇച്ചിരി നേരം കൂടെ നിന്നെങ്കിൽ ഞാൻ വീട്ടിലോട്ട് എത്തത്തില്ലായിരുന്നു, എന്നെയും കൂടെ കണ്ടിട്ട് പോയിക്കൂടായിരുന്നു എന്ന്. അങ്ങനെ പിന്നീട് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എബ്രോഡ് പോകുന്നതിന് മുമ്പ് വന്ന് പിള്ളേരെയൊക്കെ കണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. ആ ചേട്ടൻ വന്നിരുന്ന അതേ സമയത്ത് തന്നെ ആലൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ വന്നിരുന്നു. അവരും വീട് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഇതുവരെ ഈ പറയുന്ന 3 ടീംസാണ് എന്നെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളിൽ ആര് വന്നാലും എനിക്ക് സന്തോഷമാണ്. അതങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് കയറാണ്ടൊന്നും പോരുത് കേട്ടോ. ഇതിനിടയിൽ ഒരാളെ വിട്ടുപോയി, കുരിപ്പഴയുള്ളൊരു ചേച്ചി. അതൊരു ദിവസം മഴയത്ത് ചേച്ചിയും മോളും കൂടെ അവർ സ്കൂട്ടിയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. വീട് കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് കയറിയിട്ട്, പക്ഷേ അകത്തോട്ടൊന്നും വന്നില്ല. ഞാൻ വിളിച്ചിട്ട് വലിയ മഴയാവുന്നതിന് മുമ്പ് കുരിപ്പഴ വരെ ഓടിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നിങ്ങളാര് വന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് വാട്ടാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വന്ന ആൾക്കാരൊക്കെ വീട് കണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, എന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടല്ല. ഞാൻ ചിലപ്പോൾ ഫേസ് നേരെ അങ്ങനെ കാണിക്കാത്തതുകൊണ്ടാവാം എന്തോ. എനിക്ക് പക്ഷേ എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുമല്ലോ, എന്നെ എന്താണോ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇതേ പഴംപൊരിയും റെഡിയായി, ചായയും റെഡിയായി. കുക്കുവിൻ്റെയും കൂട്ടുകാരുടെയും ബഹളം ഇതിൻ്റെ ഇടയിൽ കേട്ടപ്പോഴത്തേക്ക് നിലു അങ്ങനെ എണീറ്റ് പോയി കേട്ടോ. പിന്നെ കുക്കു വന്ന് മദലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവനെ എടുത്തു കൊടുത്തു, പോയി കളിക്കാൻ പോയി അവർ. അതുകൊണ്ടാണ് ഞാൻ പഴംപൊരി അങ്ങനെയങ്ങ് അടച്ചു വെച്ചത്. ആലൻ എത്തിയിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതി. ഞാൻ ഡെയിലി ഒതുക്കി പറക്കുന്ന കൂട്ടത്തിൽ ഡെയിലി ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഒരു ടേബിൾ, ഡൈനിങ് ടേബിൾ, അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും ഒക്കെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങനെ ഇവിടെ കൊണ്ടങ്ങ് വെച്ചിട്ട് പോകും. അതിങ്ങനെ അറിയാണ്ട് സംഭവിക്കും. ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ഈവനിങ്സിലും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ സോഫയിൽ കിടക്കുന്ന ക്ലോത്ത് വിരിച്ചിടുക എന്നുള്ളത്. ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പരുവായി കിടക്കും. ഈ സൈക്കിളിനും ബലൂണിനും എല്ലാത്തിനും അതിൻ്റേതായ ഓരോ സ്ഥലങ്ങൾ ഈ വീട്ടിലുണ്ട്. പക്ഷേ എന്തോ എല്ലാം ഇങ്ങ് ഇവിടെ വരും. ഈ ഒരു ചെയർ ഡാഡയുടെ ചെയറാണ് കേട്ടോ. അത് TV കാണാൻ നേരത്തെ ചില സമയത്ത് അലനെടുത്ത് TVയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡാഡ ഉണ്ടായിരുന്നപ്പോൾ ഡാഡ ഇത് സിറ്റൗട്ടിൽ ഇട്ടിട്ട് പത്രമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പത്രമൊന്നും വായിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പത്രം വരത്തലും നിർത്തി. ഈ ചെയറിന് അങ്ങനെ ഇപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ എടുത്ത് TVയുടെ മുന്നിൽ അലൻ എന്തെങ്കിലും മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ, ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ പായും വിരിച്ച് മൂവി നൈറ്റും മൂവി ഈവനിങ്ങും ഒക്കെ ആയിരിക്കുമല്ലോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉണർവും ഉന്മേഷവും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചായ കയ്യിലെടുത്തിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചായയും തീരും, ഒതുക്കലും തീരും. എനിക്ക് ചില സമയത്ത് അങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയപ്പോഴേ ഒരു പല്ലി ഇരിക്കുന്നു അതിൻ്റെ അകത്ത്. ഞാനത് അങ്ങനെയേ കൊണ്ടുപോയി കളഞ്ഞു. പല്ലീനെ ഓട്ടിച്ചിട്ട് പിന്നെ അത് എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ചായ കുടിക്കുന്ന ടൈം കൊണ്ട് ഇവിടെ ഇത്രയും ഒതുക്കണമെന്ന് ഞാൻ മനസ്സിലങ്ങ് പറയും. എന്നിട്ട് ഞാൻ അതനുസരിച്ച് ചില സമയത്ത് ഇതുപോലെ ഒരു പാട്ടൊക്കെ ഇടും. എന്നിട്ട് പാട്ട് തീരുന്നത് വരെ ഞാൻ ഈ വീട് ഒതുക്കുമെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ആ സമയത്ത് അങ്ങ് ചെയ്യും. തീരെ മോട്ടിവേറ്റഡ് അല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള ചില ട്രിക്കുകളൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളും നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ താഴത്തുള്ള ആ ഒരു റാക്കും ഒക്കെ ഒതുക്കി തീർന്നപ്പോഴേക്ക് ചായ തീർന്നു. പക്ഷേ പണി കഴിഞ്ഞതുമില്ല. ഈ ഒരു സോഫയ്ക്ക് ഞാൻ ഒരുപാട് സോഫ കവേഴ്സൊക്കെ ഓൺലൈനിൽ നോക്കി കേട്ടോ. പക്ഷേ എനിക്ക് പലതും കാണുമ്പോൾ സോഫേനെ നൈറ്റി ഉടുപ്പിച്ച പോലെയും ഷീറ്റിട്ട് മൂടിയ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കളറാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇടയ്ക്ക് കാണുന്ന ആ ഒരു കറക്റ്റ് ഗ്രേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നേനെ. പില്ലോ ഞാൻ അങ്ങനെ തന്നെ നോക്കി പില്ലോ കവർ അങ്ങനെ തന്നെ നോക്കി മേടിച്ചതാണ്. ഇതിന് ചേരുന്ന കളർ. ഈ സോഫ മൊത്തത്തിൽ മാറ്റി ഒന്ന് ചെറിയ എലഗൻ്റായിട്ടുള്ള എന്തെങ്കിലും ഇടണം എന്നൊക്കെ എനിക്കുണ്ട്. ഇൻ ഫ്യൂച്ചർ നമുക്കങ്ങനെ നോക്കാം. ഇത്തിരി ബൾക്കിയാണ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള സോഫയൊക്കെയാണ്. പക്ഷേ ഒരിത്തിരി ബൾക്കി പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ ഒരു വലിയൊരു സംഭവം ഇരിക്കുന്ന പോലെ തോന്നും ഈ കോർണറിൽ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എല്ലാം ഇങ്ങനെ സിമ്പിളാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഈ സോഫയും ചെറുതായിട്ടൊന്ന് മാറ്റണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. ഫേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അതാണ് നിങ്ങൾ ആ ഇലയൊക്കെ ഞാൻ എടുത്ത് പിടിപ്പിക്കുന്നത് കാണുന്നത്. ഇതിനകത്ത് ചെടി വെച്ചാലേ സത്യസന്ധമായിട്ട് ഞാൻ പറയാമല്ലോ, വെള്ളം ഒഴിക്കാൻ ഞാൻ മറക്കും. പിന്നെ ചേച്ചി ആലൻ്റെ സിസ്റ്റർ വന്ന് എനിക്ക് തലയ്ക്കൊരു തട്ട് തരുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത് തന്നെ, അയ്യോ ഇങ്ങനൊരു ചെടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ അകത്തുള്ളതെല്ലാം പതുക്കെ അങ്ങ് പ്ലാസ്റ്റിക് ആക്കി.
അങ്ങനെ താഴത്തെ അടുക്കിപ്പറക്കലെല്ലാം കഴിഞ്ഞു. അപ്പോഴും ആലൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ആ ഒരു ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളോട് ചെയ്യാമെന്ന്. ഞാൻ മേളിൽ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു മാസമായിട്ട് അലക്ക് നനയൊന്നും ഇല്ലെന്ന്. ശരിയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ മേളിലൊരു റാക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആലൻ്റെ കസിൻ സിമ്പിളിൻ്റെ അമ്മ ഞങ്ങൾക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നത്. അന്ന് തൊട്ട് ഇടുന്ന സകല ഡ്രസ്സും കൊണ്ടുവന്ന് അതിൻ്റെ അകത്തോട്ട് ഇടും. അപ്പോൾ ഏതാണ് കഴുകാനുള്ളത്, അല്ലെങ്കിൽ ഇത് പിന്നെ ഇടുമോന്നൊന്ന് അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും കഴുകാൻ നേരം എടുക്കാൻ നേരത്ത്. അവിടെ നിന്ന് എടുത്ത് കഴുകിയാൽ പറയും ഞാൻ കഴുകാനുള്ളതാണെങ്കിൽ ഞാൻ താഴെ തിട്ടോളാം, അല്ലാത്തത് മാത്രമേ ഞാൻ റാക്കിലിടത്തുള്ളൂ എന്ന്. അങ്ങനെ കിടന്ന് ഈ കിടക്കുന്ന സാധനങ്ങളെയൊക്കെ കൊണ്ട് ആ റാക്ക് തന്നെ കാണാൻ പറ്റാതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടി ഓരോ സെറ്റ് വീതം ഇടാൻ. മൊത്തത്തിൽ ഒരു 3 സെറ്റ് തുണി അലക്കാനുണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ വിയർത്തു. ഇനി ഇത്തിരി കാറ്റ് കൊള്ളാം. കുക്കുസാറും കൂട്ടുകാരും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നിലൂനെ ഉണ്ടല്ലോ ഞാൻ ഈ മതിൽ വഴി ഇപ്പോൾ എടുത്ത് കൊടുക്കും കേട്ടോ, ഇവർക്ക് കളിക്കാനൊക്കെ പോകാൻ നേരം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിലു മിസ്സാവും. അവൻ ഈ ഞണ്ട് മാതിരിയാണ്, ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കും കുക്കു കിടന്ന് വിളിക്കുന്നത് നിലൂന്ന്. അവൻ ഏതെങ്കിലും ഒരു ടെട്രാപോഡിൻ്റെ സൈഡിൽ കാലൊക്കെ നീട്ടി വിശാലമായിട്ടിരുന്നിട്ട് കുക്കു ഞാൻ ഇവിടെയാന്നും പറഞ്ഞ് വിളിയും കൊടുക്കും. പിന്നെ അവസാനം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതുമാതിരി മേളിൽ കയറി നിന്ന് കുക്കുവിൻ്റെ അടുത്ത് പറയണം ലെഫ്റ്റിലോട്ട് പോടാ റൈറ്റിലോട്ട് പോടാ അവൻ അവിടെ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ കാറ്റും കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ആലൻ എത്തി. ഞാൻ എൻ്റെ ചായ കുടിച്ച് കഴിഞ്ഞല്ലോ. ആലനുള്ള ചായ അവൻ്റെ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഞങ്ങളിതേ പഴംപൊരി കഴിക്കാനായിട്ടിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ അയില മാത്രമേ കിട്ടിയുള്ളൂ എന്ന്. നിനക്ക് അയിലയും ചാളയല്ലേ പറ്റുള്ളൂ എന്ന്. എനിക്ക് ഈ കല്ലിലെ മീനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് പേരറിയാത്ത മീനുകളും എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, എനിക്കെന്തോ ഞാൻ കഴിക്കത്തില്ല മേടിച്ചാലും. അതുകൊണ്ടാണ് അയില തന്നെ പിന്നെയും മേടിച്ചത്. അയിലയും ചാളയും ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇനി അങ്ങോട്ട് ചാള, ഐ മീൻ മത്തി നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ. നല്ല മുട്ടയൊക്കെയുള്ള നല്ല നെയ്യ് ചാളയൊക്കെ കിട്ടും. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ മത്തിയായിരിക്കും, ചാളയായിരിക്കും. അങ്ങനെ ദേ പഴംപൊരിയൊക്കെ ഫുള്ള് തീർന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. ഉണ്ടാക്കുന്ന സാധനം ഇതുപോലെ പാത്രം കഴുകി മാറ്റാൻ പാകത്തിന് തീരണം. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ പഴംപൊരിയൊക്കെ തീർന്നു. ആ ഡിഷൊക്കെ ഞാൻ കഴുകി മാറ്റി വെച്ചു. എന്നിട്ട് ദേ അയില വെട്ടാനായിട്ട് തുടങ്ങി. അയിലയിൽ അധികം ചെതുമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിയിൽ പോയി നിന്ന് വെട്ടാത്തത്. പോരാത്തതിന് ചെറിയ ചാറ്റമഴയും കാറ്റും ഒക്കെ പോലൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീനും എടുത്ത് അകത്തോട്ട് ഓടേണ്ടി വരും. അങ്ങനെ ചെതുമ്പലൊക്കെ ചെറുതേ ഉള്ളൂ, എന്നാലും കത്തി വെച്ച് നമ്മുടെ ഒരു ഇതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് സൈഡിലുള്ള സകല സാധനങ്ങളും ഞാൻ കത്രിക കൊണ്ട് മുറിച്ച് മാറ്റും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തലയ്ക്കകത്തു നിന്നുള്ള ബാക്കി സാധനങ്ങൾ എടുക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും ഈ ബ്ലേഡ് മാതിരി ഇരിക്കുന്ന 2 പീസും പിടിച്ചങ്ങ് വലിക്കുമ്പോൾ അകത്തുള്ള ഗിൽസും മറ്റ് സാധനങ്ങളും ഒക്കെ ഇങ്ങ് പുറത്ത് വരും. പിന്നെ മൗത്ത് ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളയും. വയറിൻ്റെ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് വെട്ടിയിട്ട് അകത്തുള്ളതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും. എന്നിട്ട് കുറച്ച് പരലുപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ഈ മീനെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തേക്കും. അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് ഇനി ബാക്കി ആ മണ്ടയിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് ചെതുമ്പലോ ആ ഒരു വൈറ്റ് കാസ്റ്റ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൈറ്റ് കാസ്റ്റ് എന്ന് സൺസ്ക്രീൻ ഇടുമ്പോൾ പറയുന്ന വൈറ്റ് കാസ്റ്റ് പോലെ ആ സംഭവം എല്ലാം ഇപ്പോഴങ്ങ് പോകും കേട്ടോ. മൊത്തം 6 അയില ഉണ്ടായിരുന്നു. നല്ല വലുതായതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ കറിച്ചട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ അകത്ത് 3 എണ്ണേ കിടക്കത്തുള്ളൂ അറ്റ് എ ടൈം. അങ്ങനെ നമുക്ക് ഇത് തേച്ചെടുക്കാനായിട്ട്. അങ്ങനെ 3 എണ്ണം വീതം അത് കഴുകി മീനൊക്കെ സുന്ദര കുട്ടപ്പന്മാരായി. ഇനി നമുക്ക് കറിക്കും വറുക്കാനും വേണ്ടിയിട്ട് മുറിച്ചെടുക്കാം. മീൻ വറുത്തതിനാണ് ഇവിടെ കൂടുതൽ ചിലവ്. അപ്പോൾ അത് ഞാൻ 2 പീസേ ആക്കുന്നുള്ളൂ. ഒരു വലിയ അയില 2 ആക്കി മുറിക്കും. തലയുടെ ഭാഗം കുക്കുവിന് കഴിക്കാൻ നേരത്ത് ഞാൻ പിച്ചി കൊടുത്തിട്ട് ആ തലമണ്ട അത് ഞാൻ തിന്നും. വാല് അലനും കൊടുക്കും. വറുക്കാനുള്ള മീനൊക്കെ അങ്ങനെ നേരെ പകുതിയാക്കി നേരെ പകുതിയല്ല, വാൽഭാഗമാണ് കൂടുതൽ 2 പീസാക്കി മാറ്റി. കറിക്കുള്ളത് ഞാനൊരു 3 പീസാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ വേണമല്ലോ കറിക്കൊരു രുചിക്കൊക്കെ. പിന്നെ കറി വെക്കുന്ന ചട്ടിയെല്ലാം കുഞ്ഞു കറിച്ചട്ടിയാണ്. അതിലപ്പോൾ ഒത്തിരി വലിയ പീസ് കിടന്നാലും കൊള്ളില്ല. എന്നിട്ട് ദേ വറുക്കാനുള്ള മീനിൻ്റെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അയിലയുടെ പുറത്തുണ്ടല്ലോ അരപ്പ് പിടിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള മുട്ടയും പളങ്കും ഒക്കെ ഞാൻ എടുത്ത് കളയും കേട്ടോ. മുട്ടയാണെങ്കിൽ പിന്നെയും വറുത്തെടുക്കാം. മറ്റേ പളങ്ക് എന്ന് പറയുന്നത് മറ്റേ സാധനം, അതെന്ത് സാധനം, മുട്ടയല്ലാതെ എന്താണോ അവിടെ ഇരിക്കുന്നത് അത് മീനിൻ്റെ കൂടെ കിടന്നാൽ ഒരു വഴുവഴുക്കലായിട്ട് നമ്മൾ ഈ പുരട്ടുന്ന അരപ്പൊന്നും ഇതിൻ്റെ പുറത്തിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയത്. എന്നിട്ട് ഇതേ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചു. നമ്മൾ ഈ വെളിച്ചെണ്ണ തേക്കുമ്പോൾ അയിലയിൽ അരപ്പ് കുറച്ചുകൂടെ പിടിക്കും. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇന്ന് കറി വെക്കാനുള്ളത് ഞാൻ ആ വലിയ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലില്ലിയമ്മച്ചിയൊക്കെ പറയുന്നത് കേൾക്കാം, നമ്മൾ ഒന്നെങ്കിൽ അരപ്പ് പുരട്ടി വെക്കണം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കണം. മീൻ അങ്ങനെ വറ്റി വരണ്ടിരിക്കാൻ പാടില്ല എന്ന്. അതായത് നേരത്തെ ഇവർ ഫ്രിഡ്ജിൽ വെച്ച മാതിരി മീൻ വെക്കാൻ പാടില്ല. മീൻ വെള്ളം ഒഴിച്ചിട്ട് വേണം ഫ്രീസ് ചെയ്യാനെന്നൊക്കെ.
എന്നിട്ട് നമ്മളിപ്പോൾ അരപ്പ് പുരട്ടിയ കറിച്ചട്ടിയും ഈ അടപ്പും ഒക്കെ ഒന്ന് കഴുകി ഇതിന് കറിക്കുള്ള അരപ്പൊക്കെ എടുത്തിട്ടല്ലേ നമുക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ അന്ന് ഷോർട്സിൽ അത് മ്യൂസിക്കോട് കൂടിയിട്ടാണ് ഞാൻ അയലക്കറി ഇട്ടത്. അപ്പോൾ ഇന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറയാം കേട്ടോ. അയില അല്ലാതെ ഏത് മീനും നമുക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു മെത്തേഡിൽ ചെയ്യാം. ലില്ലിയമ്മച്ചി എരിവിൽ കറി വെക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ലില്ലിയമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ കുറച്ച് കുടംപുളിയും കുറച്ച് പിഴിപുളിയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. നല്ലപോലെ അതൊന്ന് അലിഞ്ഞ് വരണം. കുടംപുളി ആണെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഈ ചുക്കി ചുരുങ്ങി ഉണങ്ങി ഒരു പരുവത്തിനായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്ന് അലിഞ്ഞൊക്കെ വരണമെങ്കിൽ കുറേ നേരം അത് വെള്ളത്തിൽ കിടക്കണം. ആലന് രാത്രി ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് പരിപ്പ് കറിയും ഒരു പാത്രത്തിൽ കുറച്ച് കടലക്കറിയും ഫ്രിഡ്ജിൽ ബാക്കിയിരിപ്പുണ്ട്. അത് രണ്ടും എടുത്ത് ചൂടാക്കിയിട്ടാണ് ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് കൊടുക്കാൻ പോകുന്നത്. മീൻകറി ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു പീസ് മീൻ കുക്കൂനെടുത്ത് കൊടുക്കണം, ബാക്കി രസവും തീർക്കണം. അപ്പം അങ്ങനെ തന്നെ ആ ചോറും അങ്ങ് തീരും. ഞാൻ ഡയറ്റ് ഇത്രയും മധുരം അടിച്ച് കയറ്റിയിട്ട് പറയുമോ ഡയറ്റ് എന്ന്. കഴിഞ്ഞ ദിവസം അയില അരപ്പ് പുരട്ടാനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചപ്പോൾ കുറച്ചധികം ചതച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഇതേ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയ ഡബ്ബയിൽ. അതിലോട്ട് ഞാനിപ്പോൾ ഒരു 2-3 പച്ചമുളകും കൂടെ കാന്താരി മുളകും കൂടെ അരിഞ്ഞു ചേർത്തു. എന്നിട്ട് ഇതേ ഒരു തക്കാളി എടുത്തു. ഒരു സവാള ഞാൻ ഓൾറെഡി നേരത്തെ തൊലി കളഞ്ഞെടുക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ ഒരു സവാളയും തക്കാളിയും കൂടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടികളായിട്ട് നമ്മൾ കറിയിലിടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പൊടികളും ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇടും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ചിടുന്നതാണ് മീൻ കറിക്ക് നല്ലത്. നല്ല എരിവുള്ള മീൻ കറിക്ക് നല്ലത് ഇത്തിരി മല്ലിപ്പൊടി കുറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഈ ചുവപ്പൻ കോരയും ചുവന്ന മീനൊക്കെ ആണെങ്കിൽ മല്ലിപ്പൊടി ഇത്തിരി കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ കറിക്ക് കുറച്ച് മതി. പിന്നെ സാദാ മുളക് പൊടി വേണം, കാശ്മീരി മുളക് പൊടിയും വേണം. എനിക്ക് നല്ല നിറം വേണം കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ വരുന്ന നിറവും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ സാദാ മുളക് പൊടിയേക്കാളും എനിക്ക് ചിലവാകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ നമ്മൾ മുളക് പൊടി എടുക്കുന്ന അളവിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതി മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 ഐറ്റം കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാത്തിനും എടുക്കാത്തത് കൊണ്ട് ഞാനിത് അപ്പുറത്തെ ആ ഒരു ഷെൽഫിലാട്ടോ വെച്ചേക്കുന്നത്. ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും രണ്ടും ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ചതഞ്ഞ പരുവത്തിൽ പുറപ്പെടുകയും ചെയ്തു, എന്നാൽ പൊടി പരുവത്തിൽ എത്തിയിട്ടുമില്ല. ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്ന് ലേശം ഒഴിച്ച് അരച്ചെടുക്കാം. ലില്ലിയമ്മച്ചി പറയുന്ന പോലെ നല്ല മഷി പരുവത്തിൽ അതങ്ങോട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി കറി വെക്കേണ്ട കറിച്ചട്ടി എടുത്ത് വെച്ച് അതിലെ വെള്ളമൊക്കെ വറ്റുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഉലുവയും. ഇതൊക്കെ മക്ഡൊണാൾഡ്സിൻ്റെ കൂടെ കിട്ടുന്ന ഡ്രിങ്കിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. ഈ ഒരു സ്പേസിൽ അത്രയും ഹൈറ്റ് ഉണ്ട് ആ ബാസ്ക്കറ്റിന്. എല്ലാം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിറക്കി ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ കടുകും ജീരകവും ഉലുവയും കൂടെ പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതൊന്ന് തിള വരണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന പുളിവെള്ളവും ഈ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ജാറിൽ പിന്നെയും കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റൈല് കാണിക്കാനായിട്ട് നിന്നാൽ കാര്യം നടക്കത്തില്ല. കൈ ഇത്തിരി എരിയുന്നേ ഉള്ളൂ. ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയാൽ അതങ്ങ് ശരിയാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജാറ് കഴുകിയ വെള്ളവും നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൻ്റെ ബാക്കി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നല്ലപോലെ തിളയ്ക്കണം. നല്ല വെട്ടി തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇന്നും നാളെ ഉച്ചക്കത്തേക്കും ഒക്കെ ആയിട്ട് ഇത് തന്നെ ധാരാളം. ഇനി കറി അടച്ച് വെച്ച് ഒന്ന് വേവണം. മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 5K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണമെന്ന്. അത് ഒരുവിധം വേഗത്തിൽ തന്നെ നടന്നു എന്ന് പറയാം. അപ്പോൾ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു, ഒരു 10K ആവണമെന്ന്. അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു അതൊക്കെ അതിമോഹമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന്. പക്ഷേ ഇതാ പറയുന്നതിന് മുമ്പ് 10K ആയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല നിങ്ങളോട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ ഒരു 1-2 മണിക്കൂറൊക്കെ പോവും ചിലപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ ഒക്കെ വരാനായിട്ട്. സ്കൂളിൽ പോകണം, സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പ്ലസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണം, ഓഡിയോ ആഡ് ചെയ്യാനായിട്ട്. ഞാൻ എത്ര മിനിറ്റ് ഈ വീഡിയോ എടുക്കുന്നോ അത്രയും മിനിറ്റ് ഞാൻ കയറി കാറിൻ്റെ അകത്തിരുന്ന് വീർത്ത് കുളിച്ച് ഓഡിയോ ആഡ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ചില ഓഡിയോ സിങ്ക് ആവത്തില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്യും. അതിനും പോകും 1 മണിക്കൂർ. എൻ്റെ ഇത്രയും എഫേർട്ടിന് ചെറുതായിട്ട് റിസൾട്ട്സൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. അത് നിങ്ങൾ തന്ന റിസൾട്ടാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ആ പാത്രം കഴുകി വെക്കുന്ന ബാസ്ക്കറ്റ് രാത്രി വെളിയിലിരുന്ന് കഴിഞ്ഞാൽ വെളിയിൽ പെരിച്ചാഴിയുണ്ട്, എലിയുണ്ട്.
അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഓടത്തില്ലേ, അതുകൊണ്ട് ഞാൻ രാത്രി അത് വീണ്ടും എടുത്ത് ദേ ചെയറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിലിരുന്ന കടലക്കറിയും പരിപ്പ് കറിയും അതേ ഡിഷിൽ തന്നെ ഞാൻ അങ്ങനെ ഇത് നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും, ഫ്രിഡ്ജിലും വെക്കാൻ പറ്റും, ഗ്യാസിലും വെക്കാൻ പറ്റും. അപ്പോൾ മീൻ കറിക്കും അവിടെ ചെറിയ തീയിൽ ഒന്നിരുന്ന് ആ എരിവും പുളിയൊക്കെ മീനിലിറങ്ങി സെറ്റാവണം. മറ്റ് 2 കറികളും ചൂടാവണം. രാത്രിത്തേക്ക് ഡിന്നറിനുള്ള കറികളെല്ലാം അപ്പോൾ സെറ്റായി. ചപ്പാത്തിക്കാർക്കുള്ള കറിയും ചോറ് കഴിക്കാനുള്ളവർക്കുള്ള കറിയും എല്ലാം സെറ്റായി. ഇത് ബാക്കി ഉണ്ടായിരുന്ന ഇത്തിരി ചോറ് ഞാനൊരു ചെറിയ ബോക്സിലേക്ക് നേരത്തെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആക്കി രസത്തിൻ്റെ മേലെ ഒന്ന് തെളിച്ച് ഉണ്ടായിരുന്ന രസവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുക്കുസാറിന് ഇനി അങ്ങനെ എടുത്ത് വാരി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചോറിൻ്റെ പാത്രവും ആ രസം ഇരുന്ന കലവും അതെല്ലാം അങ്ങ് ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും കൂടെ ചെയ്ത് ഈ ഒരു ചെറിയ ബോക്സിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോയി കുളിക്കാം. ഇത്തിരി മഴയൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. എനിക്ക് തണുപ്പത്ത് ഞാനും കൂടെ കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അലർജി അങ്ങ് ഷൂട്ട് ചെയ്യും. ഞാൻ കിടന്ന് തുമ്മാൻ തുടങ്ങും. നല്ല പക്കിയുണ്ട്. 2-3 ദിവസമായിട്ട് ഇതിന് ഓടിക്കൽ തന്നെയാണ് പണി. ക്യാരം ബോർഡ് കളിക്കാർ വെളിയിലത്തെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള കണക്ഷൻ കൊടുക്കാൻ വന്നതാണ്. ലൈറ്റൊക്കെ സെറ്റായി. ഇവിടെ സാറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക. ഷട്ടിലും ഫുട്ബോളും ഒക്കെ കഴിഞ്ഞ് ഇരുട്ട് വാക്കാകുമ്പോൾ ഇവർ സാറ്റ് കളി തുടങ്ങും കേട്ടോ. ഞാൻ അങ്ങനെ പോയി ഇതേ മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് വന്നു. ഇനി വേണം അപ്പുറത്തുനിന്ന് കുക്കുസാറിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട്. നമ്മൾ മെഷീനിലിട്ട ലാസ്റ്റത്തെ സെറ്റ് തുണി കഴുകി കഴിഞ്ഞതിൻ്റെ ട്യൂൺ എനിക്ക് ഇവിടെ കേട്ടു. ഇനി ഈ ചോറൊക്കെ കൊടുത്തിട്ട് ചെന്നങ്ങ് വിരിക്കാമെന്ന് കരുതി. ചോറും രസവും അയലക്കറിയൊക്കെ ആയിട്ട് കുക്കുസാർ ഇതേ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അയലക്കറിയുടെ ചാറ് ഞാൻ അധികം എടുത്തിട്ടില്ല, ഒരു മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മീൻ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടണമെങ്കിൽ ഇന്ന് രാത്രി നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ആളിതേ പായൊക്കെ വിരിച്ച് ഉറങ്ങാനായിട്ട് കിടന്നു. അവനെ അവിടെ കിടത്തിയിട്ട് ഞാൻ ദേ മേലെ തുണി വിരിക്കാനായിട്ട് വന്നതാണ്. ഈ ഒരു ക്യാരം ബോർഡ് കളി തീരാനായിട്ട് ഇനിയും ഒരു 1.5 മണിക്കൂറും കൂടെ പിടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ആലൻ തിരിച്ച് വീട്ടിലേക്ക് വരത്തുള്ളൂ. നിലു അവരുടെ നടുക്കുണ്ടാവും. അവരെല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനും വീട്ടിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ ലാസ്റ്റത്തെ സെറ്റ് തുണി ഞാൻ എടുത്ത് ഇവിടെ അലൻ്റെ ഒരു ചെറിയ ജിമ്മ് സെറ്റപ്പാണ് കേട്ടോ. അതിൻ്റെ അകത്ത് മൊത്തം ഞാൻ തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഉണങ്ങി കിട്ടണം. നാളെ വെയിൽ വരുവാണെങ്കിൽ ഈ സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ വാരിപ്പറക്കി അടുക്കിയിട്ടിട്ട് പുറത്ത് ടെറസിലോട്ട് എടുത്ത് വെച്ചാൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടും. ഇതിനിപ്പോൾ ഒരുപാട് നേരം എടുക്കും കേട്ടോ. ദിസ് ഇസ് അപ് ടു ഇറ്റേണിറ്റി. അപ്പോൾ നിങ്ങൾ പൊക്കോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.